ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാൻ പോലും കുറച്ച് സമയമെടുക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സിനിമയാണ് ഇരട്ട. ക്ലൈമാക്സ് കഴിഞ്ഞ് ടൈറ്റിൽ വരുമ്പോഴും മനസ്സിപ്പോഴും ആ കഥയ്ക്കുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കും. വലിയ ആക്ഷനോ മാസ് എലിവേഷനുകളോ കണ്ണഞ്ചിപ്പിക്കുന്ന സിനിമാറ്റോഗ്രാഫിയോ ഒന്നുമല്ല. ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി അതിന്റെ തിരക്കഥയാണ്. ഓരോ സീനിലും ചെറിയ ചെറിയ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് ഒടുവിൽ അതെല്ലാം ഒരു വലിയ സത്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് ജോജു ജോർജ് അവതരിപ്പിക്കുന്ന ഇരട്ട കഥാപാത്രങ്ങൾ. രണ്ട് കഥാപാത്രങ്ങൾക്കും ഒരേ മുഖമാണെങ്കിലും അവരുടെ സ്വഭാവവും ശരീരഭാഷയും സംസാര രീതിയും വരെ വ്യത്യസ്തമാണ്. ഒരു സീനിൽ തന്നെ ആരാണ് സ്ക്രീനിൽ ഉള്ളത് എന്ന് പ്രേക്ഷകന് വ്യക്തമായി മനസ്സിലാവും. അതാണ് ഒരു മികച്ച നടന്റെ പ്രകടനം. ആദ്യം ഇതൊരു സാധാരണ അന്വേഷണ കഥയാണെന്ന് തോന്നും. എന്നാൽ ഓരോ തെളിവും പുറത്തു വരുമ്പോൾ കഥ മറ്റൊരു തലത്തിലേക്ക് മാറുന്നു. പഴയ ഓർമ്മകളും കുടുംബ ബന്ധങ്ങളും മനസ്സിലെ മുറിവുകളും എല്ലാം പതിയെ പുറത്തു വരും. ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയവും അതുതന്നെയാണ്. പ്രേക്ഷകനെ ഒരു നിമിഷം പോലും മുഴുവൻ സത്യം മനസ്സിലാക്കാൻ അനുവദിക്കില്ല. ഓരോ തവണയും നമ്മൾ ഒരു നിഗമനത്തിലെത്തുമ്പോൾ അടുത്ത സീൻ അത് മാറ്റിമറിക്കും. ക്ലൈമാക്സിനെ കുറിച്ച് സ്പോയിലർ പറയുന്നില്ല, പക്ഷേ ആ അവസാന കുറച്ച് മിനിറ്റുകൾ അതാണ് ഈ സിനിമയെ വേറിട്ടതാക്കുന്നത്. സത്യം മനസ്സിലാക്കുന്ന നിമിഷം ഞെട്ടൽ മാത്രമല്ല, ഒരു വേദനയും അനുഭവപ്പെടും. സിനിമ അവസാനിച്ചിട്ടും കുറച്ചു നേരം ഒന്നും സംസാരിക്കാൻ തോന്നില്ല, കാരണം കഥ അവസാനിക്കുന്നില്ല, അത് നമ്മുടെ മനസ്സിൽ തുടരുന്നു. ഒരു ശക്തമായ തിരക്കഥയും അതിനൊപ്പമുള്ള അസാമാന്യ അഭിനയവും മാത്രം ഉപയോഗിച്ചാണ് ഇത് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നത്. ജോജു ജോർജ് എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി ഈ സിനിമയെ പലരും വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. രണ്ട് കഥാപാത്രങ്ങൾക്കും അദ്ദേഹം നൽകിയ വ്യത്യസ്തമായ ജീവൻ സിനിമ കഴിയുമ്പോഴും മറക്കാൻ പറ്റാത്തതാണ്. നല്ല സിനിമകൾ കണ്ടു തീർന്നാൽ നമുക്ക് സന്തോഷം തോന്നും, ചില സിനിമകൾ കണ്ടു തീർന്നാൽ സങ്കടം തോന്നും. എന്നാൽ വളരെ വിരളമായ ചില സിനിമകൾ മാത്രമേ തീർന്നിട്ടും മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ നമ്മളെ പിന്തുടരാറുള്ളൂ. ഇരട്ട അത്തരത്തിലുള്ള ഒരു സിനിമയാണ്.